ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്രോഷറ്റ് പോട്ട് സീരീസിൻ്റെ 5th എപ്പിസോഡാണ് നമ്മളിന്ന് മേക്ക് ചെയ്യുന്നത്. അൺഈവൻ ബെറി സ്റ്റിച്ച് പൗച്ചാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ യാണാണ്. അതുപോലെ തന്നെ 3.5 mm ഹൂക്കും, ദെൻ നമുക്ക് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം, പിന്നെ നീഡിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം. അതിനുശേഷം നമ്മൾ ചെയിൻ 16 ആണ് ചെയ്യുന്നത്. അതായത് എനി ഈവൻ നമ്പർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. വൺസ് നമ്മുടെ ചെയിൻ കംപ്ലീറ്റഡ് ആയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതിൽ തൊട്ടുള്ള കൗണ്ട് ചെയ്തിട്ടുള്ള 3rd ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യാണ്. അതായത് നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് ഉള്ള 3rd ചെയിനിൽ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്യുന്നത്. നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് സിംഗിൾ ക്രോഷേ കണ്ടിന്യൂ ചെയ്ത് ടിൽ എൻഡ് വരെ നമുക്ക് ഈ റോ ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ടേൺ വർക്ക്. ഇനി നമ്മൾ റോ 2ലേക്ക് പോവാണ്. റോ 2 ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ആണ് നമ്മൾ റോ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബെറി സ്റ്റിച്ചാണ്. അതിന് യാൺ ഓവർ പുൾ അപ്പ് ദ ലൂപ്പ്, അതായത് ഒരു ലൂപ്പ് മാത്രമേ നമ്മൾ പുൾ ചെയ്തെടുക്കത്തുള്ളൂ. എഗെയിൻ നമ്മൾ ഇൻസേർട്ട് ദ ഹുക്ക്, ദെൻ പുൾ അപ്പ് ഫസ്റ്റ് ലൂപ്പ് ഓൺലി. എഗെയിൻ വി ക്യാൻ yarn over, pull through all the 5 loops. ഇതാണ് ബെറി സ്റ്റിച്ച്. സോ ഈ ഒരു ബെറി സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റഡ് ആവണമെങ്കിൽ ചെയിൻ 1 ചെയ്ത് ഈ ഒരു ബെറി സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കാണുന്ന ചെയിനിൽ നമ്മൾ സ്റ്റിച്ചിൽ ബെറി സ്റ്റിച്ച് ചെയ്യാണ്. സെയിം നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലൂപ്പിൽ മാത്രം യാൺ ഓവർ ചെയ്യാം. ദെൻ എഗെയിൻ ഇൻസേർട്ട് ദ ഹുക്ക്, യാൺ ഓവർ ദ ഫസ്റ്റ് ലൂപ്പ് ഒൺലി. എഗെയിൻ നമ്മൾ പുൾ ത്രൂ ഓൾ ദ 5 ലൂപ്സ്. ഇതാണ് ബെറി സ്റ്റിച്ച്. ചെയിൻ 1 ചെയ്ത് നമുക്ക് ഒരു ബെറി സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമുക്ക് ടിൽ എൻഡ് വരെ ഈ ഒരു റോ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഫസ്റ്റ് അൺഈവൻ ബെറി സ്റ്റിച്ച്, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ ഫസ്റ്റ് ടിൽ എൻഡ് വരെ നമുക്ക് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഈ റോ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ഫൈനൽ നമ്മുടെ ബെറി സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്ക് വെച്ച് മാർക്ക് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്.
സോ നമ്മുടെ റോ 2 കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് ചെയിൻ 1 ടേൺ ദ വർക്ക്. ഇനി റോ 3 ചെയ്യാൻ പോവാണ്. റോ 3 ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് കാണുന്ന സ്ലിപ്പ് സ്റ്റിച്ച് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ നെക്സ്റ്റ് കാണുന്ന ചെയിൻ 1 നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള, അതായത് ബെറി സ്റ്റിച്ചിന് മുകളിലുള്ള ഫസ്റ്റ് ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കാണുന്ന സ്പേസിൽ നമ്മൾ സിംഗിൾ ക്രോഷയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. സോ ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്ന സ്ലിപ്പ് സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. ആ സ്പേസ് ചെറുതാണ്, സോ നമുക്ക് കുറച്ച് ടൈറ്റായിരിക്കും ഹൂക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഞാൻ എടുത്തിരിക്കുന്നത് കോട്ടൺ യാണായതുകൊണ്ട് കുറച്ച് കട്ടി കുറഞ്ഞ യാണാണ്. സോ ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആ സ്പേസ് നോക്കിയിട്ട് ചെയ്യാം. സോ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നെക്സ്റ്റ് കാണുന്ന ആ ബെറി സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ടിൽ എൻഡ് വരെ ഇത് റിപ്പീറ്റ് ചെയ്യാം. സോ നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കാണുന്ന സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം നമുക്ക്. ഇനി സ്റ്റിച്ച് മാർക്ക് നമ്മൾ ചെയ്ത അവിടെ നമുക്ക് സിംഗിൾ ക്രോഷ്യയും കൂടെ ചെയ്ത് കംപ്ലീറ്റഡ് ആക്കാം. അങ്ങനെ റോ 3 നമ്മൾ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ടേൺ. ഇനി നമ്മൾ നെക്സ്റ്റ് റോ 4 ആണ് ചെയ്യുന്നത്. റോ 4 ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്ന സിംഗിൾ ക്രോഷ്യ സ്കിപ്പ് ചെയ്യണം. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അത് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യയിൽ നമ്മൾ അൺഈവൻ ബെറി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് റിപ്പീറ്റ് ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും അൺഈവൻ ബെറി സ്റ്റിച്ചും സ്ലിപ്പ് സ്റ്റിച്ചും അൻറ്റിൽ ഈ ഒരു റോ കംപ്ലീറ്റഡ് ആവുന്ന വരെ. സോ നമ്മൾ റോ കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ ഫൈനൽ നമ്മൾ ബെറി സ്റ്റിച്ച് ചെയ്യാണ്.
ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്ത സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മുടെ ഫൈനൽ സ്ലിപ്പ് സ്റ്റിച്ചാണ് ഈ റോയിൽ. വൺസ് ആ റോ നമ്മൾ കംപ്ലീറ്റഡ് ആയതിനു ശേഷം നമുക്ക് ഒന്നും കൂടെ ഏറ്റവും അറ്റത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷയും കൂടെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെയിൻ 1 വർക്ക് ടേൺ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ റോ 5ലേക്ക് മൂവ് ചെയ്യാണ്. റോ 5 ചെയ്യാനായിട്ട് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ലിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാണ്. ഇനി നമുക്കതൊന്ന് സ്റ്റിച്ച് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ബെറി സ്റ്റിച്ചിൻ്റെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റിച്ച് ഒരെണ്ണം സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കാണുന്ന സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാം. സോ ഇത് നമുക്ക് ടിൽ എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ, ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അങ്ങനെ ഈ ഒരു റോ എൻഡ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്ത ആ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഫൈനൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി ചെയിൻ 1 ടേൺ ദ വർക്ക്. അങ്ങനെ നമ്മൾ ഫുൾ പാറ്റേൺ നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോ 2 തൊട്ട് 5 വരെ ഉള്ളത് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അതായത് 2, 3, 4, 5 ഈ റോസ് നമുക്ക് എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. സോ എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു 19-20 റോസാണ് ചെയ്തിട്ടുള്ളത്. 19 റോസാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെയൊക്കെ ആവശ്യം അനുസരിച്ച് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സൈസ് കൂട്ടാം, അല്ലെങ്കിൽ റോസ് കൂട്ടിയാൽ മതി അതനുസരിച്ചിട്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് ഞാൻ കട്ട് ചെയ്യാം. സോ നമ്മുടെ അൺഈവൻ ബെറി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് റോങ് സൈഡ് ഔട്ട് സൈഡ് കൊണ്ടുവരാം. എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട്, അതായത് ബോട്ടവും സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ തന്നെ അത് ഒരുപോലെ വരാനായിട്ട് സ്റ്റിച്ച് രണ്ടും ബോത്ത് സൈഡ്സ് സ്റ്റിച്ച് സെയിം ആയിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് സൈഡ്സ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. സോ നമുക്ക് എൻഡ് തൊട്ട് നമുക്ക് എഡ്ജിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എഡ്ജിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ അറ്റാച്ച് ചെയ്യണം. ചെയിൻ 1 ചെയ്താണ് ഞാൻ യാൺ അറ്റാച്ച് ചെയ്യുന്നത്. സോ യാൺ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ബോത്ത് സൈഡ്സ്
സീ ചെയ്ത് പോവാം. രണ്ട് സൈഡിലെ ചെയിനും ഒരേപോലെ വരുന്ന രീതിയിൽ വേണം സീ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരുപോലെ വരത്തില്ല സൈഡ്സ്. അപ്പോൾ അത് നോക്കിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് രണ്ട് സൈഡ്സും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സൈഡും ബോട്ടവും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. സോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജോയിൻ ചെയ്ത്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് ഞാൻ കട്ട് ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ഔട്ട് സൈഡ് കൊണ്ടുവരാം. സോ ഇതാണ് നമ്മുടെ അൺഈവൻ ബറി സ്റ്റിച്ച്. ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ മിഡിലിൽ നമുക്ക് സെൻറ്ററിൽ തന്നെ യാൻ അറ്റാച്ച് ചെയ്ത് ചെയിൻ രണ്ട് സൈഡും കൊടുക്കാം. അപ്പം നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ ബോബിൾ സ്റ്റിച്ച് പൗച്ചിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ക്ലോഷർ ചെയ്യാനായിട്ട് ഇതിനും നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൻ അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത് അനുസരിച്ചിട്ട് ചെയിൻ ചെയ്യാം. ഞാൻ അറൗണ്ട് ഒരു 20-21 ചെയിനാണ് ചെയ്തത്. ഞാൻ കട്ട് ചെയ്യാം കംപ്ലീറ്റഡ് ആയതിനു ശേഷം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡും സെയിം തന്നെ ചെയ്യാം. അപ്പോൾ സെയിം ചെയിൻ തന്നെ ചെയ്യണം. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ടൈ ചെയ്ത് നോക്കാം. സോ അതിന് മുന്നേ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് യാൺസ് ഇല്ലേ, അത് നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് അതെല്ലാം ഒന്ന് ഹൈഡ് ചെയ്യുന്നത്. സോ നീഡിലിൽ നമുക്ക് ഒന്ന് പുള്ള് ചെയ്ത് സ്റ്റിച്ചിൻ്റെ ഇടയിൽ പുള്ള് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. സോ ബാക്കി വരുന്നത് നമുക്ക് ട്രിം ചെയ്ത് മാറ്റിയാൽ മതി. സോ നമ്മൾ എല്ലാം ഹൈഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ക്ലോഷർ ചെയ്യുന്നതിൻ്റെ കൂടെ ബാക്കി നമുക്കൊന്ന് ട്രിം ചെയ്ത് മാറ്റാം. ഇനി റൈറ്റ് സൈഡ് ഔട്ട് സൈഡ് കൊണ്ടുവരാം. ഇനി നമുക്ക് ടൈ ചെയ്യാം. സോ നമ്മുടെ അൺഈവൻ ബറി സ്റ്റിച്ച് പൗച്ച് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഫൈനൽ നമ്മുടെ പൗച്ചാണ് എപ്പിസോഡ് 6. അതാരും മിസ് ചെയ്യാതെ കാണാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.